ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ട്രിവാൻഡ്രം വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30-7 മണിയാണ്. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഫെയിലായിട്ടില്ല, കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ സൺറൈസ് നമ്മൾ പകുതി വെച്ചാണ് കണ്ടത്. കാരണം കോട മൂടിയതുകൊണ്ട് മേഘങ്ങളുള്ളതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. സൺറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സൺറൈസ് കാണാനുള്ള തിടുക്കത്തിൽ ചായ ഒന്നും കുടിക്കാതെ തുള്ളിപ്പാഞ്ഞ് വരികയായിരുന്നു. അതുകൊണ്ട് 8 മണിക്ക് നമ്മൾ അവിടെ തന്നെ വെച്ച് ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. പക്ഷേ ചൂട്ടി ചായ ഒന്നും കുടിച്ചില്ല. അവളുടെ പ്രകടനങ്ങൾ കണ്ടാൽ എനിക്കറിയാം, അവൾക്ക് ചായ കുടിയിലല്ലായിരുന്നു കോൺസെൻട്രേഷൻ. അപ്പോൾ അവിടെ ഞങ്ങൾ മെല്ലെ വിവേകാനന്ദ പാറയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ഗുരുവായൂരൊക്കെ നമ്മൾ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കില്ലേ, ഒരു മാതിരി സിക്സ് ആക്ക് മാനറിൽ, അപ്പോൾ അതേപോലെയായിരുന്നു അവിടുത്തെ ക്യൂ. അങ്ങനെ ഒരുമാതിരി വളഞ്ഞു ചുറ്റി പിടിച്ച് നമ്മൾ കുറേ ടൈം ക്യൂ നിന്ന്. പക്ഷെ ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് വിവേകാനന്ദ പാറയിലോട്ട് പോകാൻ. അപ്പോൾ അവിടേക്ക് പോകാൻ ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അലർജിയാണ് കാണുന്നത്. കംപ്ലീറ്റ് ലൈന് നടന്ന് തന്നെയാണ് പോയത്. നമ്മൾ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. പുള്ളിക്കാരൻ നല്ല പവർഫുള്ളായിരുന്നു. അങ്ങനെ ബോട്ടിൽ കയറി. ഇച്ചൂട്ടി ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. നമ്മൾ ഒരുപാട് സമയം ബോട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 5 മിനിറ്റ് മാത്രമേ പാറയിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ബോട്ടിലിരിക്കുമ്പോഴത്തേക്ക് സ്ഥലമെത്തി. ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ടാറ്റയും ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ അവൾ വലിയ ആളും പിന്നെ ഒരു 4-5 വയസ്സുള്ള കുട്ടികളൊക്കെ ചെറിയ മക്കളുമാണ്. അപ്പോൾ അവരെയൊക്കെ വാവാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൽ കുറേ കുഞ്ഞുമക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തോണ്ടിയും പാഞ്ചും അവർക്കൊരു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ടാറ്റ കൊടുത്തും കൊടുത്തൊക്കെ. അപ്പം എല്ലാ മലയാളീസ് അല്ല കേട്ടോ, ഏകദേശം ഒരു 2/3 തമിഴ് പീപ്പിൾസ് ആയിരുന്നു, ഫാമിലീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ ബോട്ടിൽ നിന്ന് ഇറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് നടന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിലുള്ള മക്കളിൽ ആദ്യമായിട്ട് വിവേകാനന്ദ പാറ കംപ്ലീറ്റ് നടന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവാനായിരിക്കും, 1.5 വയസ്സിൽ. കാരണം ഒട്ടും ആ ഒരു ഏരിയ കംപ്ലീറ്റ് അവൾ നടന്ന് കണ്ടതാണ്. നമ്മൾ എടുക്കാനേ സമ്മതിച്ചില്ല. കാണുന്നവരൊക്കെ വിചാരിക്കും അവൾ നിർബന്ധിച്ച് സ്റ്റെപ്പ് കയറ്റുകയാണ്, അധ്വാനിപ്പിക്കുകയാണ്, നടത്തിപ്പിക്കുകയാണെന്നൊക്കെ. പക്ഷെ അവൾ തന്നെ കയറിയായിരുന്നു. നമ്മൾ എടുക്കാനുള്ള സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തോ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വെയിലൊക്കെ കുറച്ച് കുറവാണ്, നേരെ വെളുത്ത സമയമാണല്ലോ, സൺറൈസ് ഒക്കെ കണ്ട് വന്നതാണല്ലോ. അങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി, സ്റ്റെപ്പ് ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു, ഇറങ്ങുന്നു, അങ്ങനെ ഫുള്ള് കളിയായിരുന്നു. പിന്നെ കുഞ്ഞു മക്കളല്ലേ, ഓടിക്കളിക്കേണ്ട പ്രായമല്ലേ, നമ്മളങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ സെക്യൂരിറ്റി മീൻസ് സേഫ് ആയിരുന്നു. കംപ്ലീറ്റ് കമ്പിയുടെയും കല്ലിൻ്റെയും ഒക്കെ ആയിട്ട് ബൗണ്ടറീസൊക്കെ വരുന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ടായിരുന്നു. നമ്മുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായാൽ മതി നടക്കുന്ന സമയത്തൊക്കെ. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ഗ്ലാസിൻ്റെ മേലെ കൂടെയാണ്. അപ്പം ഗ്ലാസിൻ്റെ താഴേക്ക് നോക്കിയാൽ കടൽ കാണാൻ പറ്റും. ആ ഒരു സെറ്റപ്പാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ പോകാത്തായിട്ട് ആരും ഉണ്ടാവില്ല, മലയാളീസ് ആരും ഉണ്ടാവില്ല. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പറ്റിയ രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടിയിൽ വെള്ളം കാണാൻ പറ്റും. സ്റ്റാച്യൂൻ്റെ അടുത്ത് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ അവിടെയൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് പോയി. ശരിക്കും സൺറൈസ് മിസ്സാവുന്നതുകൊണ്ട് ഞങ്ങൾ മര്യാദയ്ക്ക് ഫ്രഷ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് ശരിക്കും കുളിച്ച് ഫ്രഷായി ലഗേജൊക്കെ മീൻസ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് നമ്മൾ മെല്ലെ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തൊന്നും പോയി കഴിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. സംഭവം ബിരിയാണി ആണെങ്കിലും കോഴിക്കോട് വിട്ടാൽ പിന്നെ ബിരിയാണി അല്ല, അത് വേറെ കാര്യം. വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഓടിക്കളി വികൃതിയാണ്. നാളെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ഇവൾ പുറത്ത് പോയാൽ ഫുള്ള് വികൃതി തന്നെയാണ്. ഒട്ടും എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ട്രാക്ക് മീൻസ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾ അച്ഛൻ വന്ന് മുടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ലോക്കലിൽ കയറി ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ട്രെയിനൊക്കെ എത്തുമ്പോഴേക്ക് പിന്നെ നമുക്ക് 2 പ്ലാനിങ് ആണുള്ളത്. ഒന്ന് കോവളം ബീച്ച്, പിന്നെ ഏഴിമല ശിവക്ഷേത്രം. അപ്പോൾ രണ്ടും നടക്കുമെന്നറിയില്ല. ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഏരിയ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ ട്രെയിൻ ഇറങ്ങി ഇനി എങ്ങോട്ടാണ് പോകുന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു. കാരണം നമുക്ക് റിട്ടേൺ ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു 9 മണി സമയത്താണ്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താൻ പറ്റണം. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പം ഏഴിമലയാണ് സുഖം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കോവളത്തൊക്കെ പോയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, തിരിച്ച് വരിക ഉണ്ടാവില്ല. അതുകൊണ്ട് ട്രെയിൻ മിസ്സായാലും കൂടി കൊളാവും. അപ്പം നമ്മൾ ഏഴിമല അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്ന് ട്രെയിൻ കയറി മാവേലിയല്ല, ഏതൊരു ട്രെയിനായിരുന്നു മറന്നുപോയി. അപ്പോൾ ആ ട്രെയിൻ കയറി നമ്മൾ നേരെ പിറ്റേന്ന് രാവിലെ ഒരു 7 മണിക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെത്തി. കോയിലാണ്ടി സ്റ്റേഷനിൽ ഞങ്ങൾ വണ്ടി ഇറങ്ങി. നൈറ്റ് നല്ലോണം ഉറങ്ങി ഉണ്ടിച്ചിട്ട് നല്ല ഫ്രഷ് മൈൻഡിലാണ് എണീറ്റത്. കേട്ടം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വണ്ടി സ്റ്റേഷനിൽ വെച്ചേക്കായിരുന്നു. അവിടെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ടു. ഒരു 20 മിനിറ്റ്സിൽ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാനാകത്തോടെ നമ്മൾ നൈസായിട്ട് ഫുഡൊക്കെ പാർസൽ വാങ്ങിച്ചാണ് പോകുന്നത്. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.